യൂട്യൂബ് ചാനലിനെയും ജോയ്സ് കിച്ചൻ. ഞാനെന്നൊരു ഫിഷ് കറി വിത്ത് ഒരു കുമ്പളങ്ങയും മീനും കൂടി ഒരു കറി വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു പകുതി കുമ്പളങ്ങ, ഒരു ഹാഫ് കുമ്പളങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതും അതുപോലെ തന്നെ മീനിൻ്റെ ഈ ഒരു കഷ്ണം കൂടി ക്ലീൻ ചെയ്തിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ട് ഇത് രണ്ടും കൂടി വെറൈറ്റി ആയിട്ടുള്ളൊരു നാടൻ സ്റ്റൈല് ഒരു കറി ഉണ്ടാക്കാം. മീനും കുമ്പളങ്ങയും കൂടി. അതിന് ആവശ്യമായിട്ട് കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വേപ്പില, ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതൊന്ന് സ്ലൈസ് ചെയ്ത് കഴുകി റെഡിയാക്കി എടുക്കാം. നിങ്ങൾ മീനും കുമ്പളങ്ങയും കൂടി കറി വയ്ക്കാനായിട്ട്, അത് കുക്ക് ചെയ്യാനായിട്ട് ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളിക്കകത്തേക്ക് ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു 3 സ്പൂണ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു 3 സ്പൂണ്, വലിയ സ്പൂണ് 3 സ്പൂണ് ജിഞ്ചർ ഗാർലിക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് പൂർണ്ണമായിട്ട് അരച്ചെടുത്ത് അത് മീഡിയം റെഡിയാക്കി എടുക്കണേ ബെറ്റർ, അരിഞ്ഞെടുക്കണൊക്കെ ബെറ്ററാണ്. അതുപോലെ പച്ചമുളക് ഇതേപോലെ അരിഞ്ഞെടുത്തതും വേപ്പിലയും കൂടി ഞാനതിലേക്ക് ആഡ് ചെയ്യാണ്. പച്ചമുളക് നിങ്ങൾക്ക് ഒരു 3-4 മണി കൂടുതൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ എരിവ് കുറച്ച് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ടാണ്. ഞാൻ ഇതിനകത്തേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ, ഒരു 3 ഓണിയൻ ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്താണ് അതിനകത്തേക്ക് ആഡ് ചെയ്താണ്. ഇതൊന്ന് കളറ് ഒരു ഗോൾഡ് കളർ ആയി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുടംപുളി വെള്ളത്തോടു കൂടി ആഡ് ചെയ്യാണ്. അതേപോലെ ഞാൻ 2 ടൊമാറ്റോ മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്തിരിക്കുകയാണ്, അതിലേക്ക് ആഡ് ചെയ്യണം. ഇതിനകത്തേക്ക് 2 ഗ്ലാസ് വാട്ടറും കൂടി ആഡ് ചെയ്യാണ്. ഞാൻ ഈ ഉരുളിയിലേക്ക് കഴുകി നുറുക്കി വച്ചിരിക്കുന്ന സാൽമനാണ് മീൻ, ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ കുമ്പളങ്ങ ഇതേപോലെ സ്ലൈസ് ചെയ്ത് വെച്ചത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് മുളക് പൊടി ഒരു 1.5 സ്പൂണോ 2 സ്പൂണോ കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കളറ് ഇതിനകത്ത് കിട്ടും, എരിവും അതേപോലെ കിട്ടും. ഞാൻ എരിവ് അധികം യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വേപ്പിലയും അതേപോലെ 1 സ്പൂണ് ഉപ്പും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ട് വേണം അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ. ഞാൻ മീൻകറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ മീൻകറിയിലേക്ക് കുറച്ച് കോക്കനട്ട് അരച്ചതല്ല ചേർക്കണേ, കോക്കനട്ടിൻ്റെ മാഗി പൗഡറാണ് ചേർക്കുന്നത്. ഇച്ചിരി ഈസി ആയിട്ട് ചെയ്യുന്നതാണ് ഞാൻ. നിങ്ങൾക്ക് തേങ്ങ അരച്ച് ചേർക്കണേ ചേർക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാഗി പൗഡർ കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പിന്നെ വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനിപ്പോൾ തേങ്ങ അരച്ച് തേങ്ങ 1 കപ്പാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിനകത്തേക്ക് 1 ഗ്ലാസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പം കുറച്ച് ടേസ്റ്റ് കിട്ടും. അതേപോലെ ഇത് ഇടാണ്ടെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. മീൻകറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മീനും കുമ്പളങ്ങയൊക്കെ വെന്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മീൻകറി റെഡി ആയി കൊണ്ടിരിക്കുകയാണ്. ഞാനതൊന്ന് താളിക്കുകയാണ്. താളിക്കാനായിട്ട് ഒരു പാൻ വെച്ച് പാനിലേക്ക് ഞാൻ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഉള്ളി ഇതേപോലെ അരിഞ്ഞത് ഒരു 10 ഉള്ളിയും 3-4 ഉണക്കമുളകും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഞാൻ ഈ താളിക്കുന്നതിൻ്റെ ഒപ്പം ഒരു 1/2 സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു എന്താ പറയുക, ഒരു കളറും കിട്ടും, അതിൻ്റെ ഒരു ഗുണവും കിട്ടും. അതേപോലെ തന്നെ ഞാൻ 1/2 സ്പൂണ് ഉലുവ പൊടിച്ചത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അത് ഡയറക്റ്റിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ? ഇപ്പം നല്ല എന്താ പറയുക, കളറും ഉണ്ട്, ഗുണവുമുണ്ട്. അങ്ങനെ മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഫിഷും കുമ്പളങ്ങയും കൂടി കറി വെച്ചത് റെഡി ആയിരിക്കുകയാണ്. എന്നിട്ട് നാടൻ സ്റ്റൈലിൽ നല്ല വലിയ എന്നെ കണ്ട നല്ല ടേസ്റ്റ്, നല്ല എന്താ പറയുക, നല്ല കളർഫുള്ള്. അത് കുമ്പളങ്ങയും മീനും കൂടിയും കറി വെച്ചത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റൊക്കെ അറിയിക്കണം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. അതേപോലെ നിങ്ങൾ നമുക്ക് വേണ്ടി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.